പുളിയംതുരുത്ത യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാലയുടെ 47ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി.എ. സജിത ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി സി.വി. പ്രകാശൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം പുളിയംതുരുത്ത് അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച വി. ഗിരിജ, കളരിപ്പയറ്റിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഷമീർ ഗുരുക്കൾ, ക്ലബിന്റെ സ്ഥാപക ട്രഷറർ P.N. കുട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M.S. ഭാസ്കരൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീന സുഭാഷ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജീന രാജു, ക്ലബ്ബ് സെക്രട്ടറി CB ഷിബു, പ്രസിഡന്റ് EM അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, വീരനാട്യം എന്നിവ അരങ്ങേറി. നമുക്ക് ഈ ആളുകളെയൊക്കെ കൂട്ടായ്മയോടുകൂടി സംഘടിപ്പിച്ച് കനോലി കനാലിന്റെ തീരത്ത് ഒരു കുഞ്ഞി മുറിയാണെങ്കിലും ഒരു ക്ലബ്ബ് അവിടെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഒരുപാട് ജനങ്ങളുടെ 1.25 ലക്ഷം രൂപ തന്നവരുണ്ട്, 100 രൂപ തന്നവരുണ്ടാവാം, 1000 രൂപ തന്നവരുണ്ടാവാം. അവനവനാൽ കഴിയുന്ന പണം നൽകിക്കൊണ്ടാണ് നമ്മുടെ ക്ലബ്ബ് രൂപീകരിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് വള്ളംകളി തന്നെയാണ് അല്ലെ. ആ വള്ളംകളി ആ ക്ലബിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അറിയാം പങ്കായവും ഇവിടെ ചേട്ടന്മാരുടെ കരുത്തുറ്റ കൈകൾ അവിടെ. അപ്പൊ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പങ്കായം തുഴഞ്ഞുകൊണ്ട് അവരുടെ ശക്തി കാണിച്ച് നമ്മൾ പല മേഖലകളിലും ഈ പറയുന്ന വള്ളംകളിയിൽ ഏറ്റവും മികച്ച വിജയം നേടി വന്ന ആളുകൾ ഇവരുടെ കരുത്തുറ്റ കൈകളാലാണ് ഇന്നും ഈ ക്ലബ് ഏറ്റവും മികച്ച ക്ലബായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ക്ലബ്ബ് വള്ളംകളിക്ക് മാത്രമായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കാം. അതാണോ സത്യത്തിലൂടെ നടക്കുന്നത്?